നമ്മുടെ പരിപ്പ് കറിക്ക് ആവശ്യമായ സാധനങ്ങളാണിത്. നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. നമ്മളിപ്പം പരിപ്പ് ഇതാണ് ഉപയോഗിക്കുന്നത്, മസൂർ ദാലാണ്. കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടെ ഞാൻ അതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഞാൻ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗവിൽ വയ്ക്കാം. 2 വിസിലടിക്കാം. 2 വിസിലടിച്ചു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്തൊന്ന് വഴറ്റാം. വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും കൂടി ചേർത്ത് ഇളക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി. സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി സെറ്റായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്